തെണ്ടിത്തരം കാണിക്കുന്ന ഒരു അതിര് വേണം. തലപുകഞ്ഞ് ആലോചിച്ചിട്ടാണ് ഈ ഒരു ഐഡിയ കിട്ടിയത്. അതും കുളമാക്കാനാണ് ഭാവമെങ്കിൽ ഞാൻ കളഞ്ഞിട്ട് പോകും. സമ്മതിച്ചു, ബുദ്ധിയൊക്കെ നിന്റെ തന്നെ. പക്ഷെ ഇതെന്റെ പേഴ്സണൽ കാര്യമാണ്, നീ ഇതിനകത്ത് ഇടപെടരുത്. കല്യാണം കഴിഞ്ഞ് 3 ആഴ്ചയായി, ഇതുവരെയായിട്ട് നേരെ ഒന്ന് സംസാരിക്കാൻ പോലും കിട്ടിയില്ലെന്ന് പറഞ്ഞു. എന്നാ നീ ഇവിടെ കിടന്ന് വിളിച്ചങ്ങോട്ട് കൂടാ. ഗോപി എന്നിന്റെ ഭാര്യയാണെന്ന് നാട്ടുകാർ മുഴുവൻ കേൾക്കട്ടെ. എന്റെ വീട്ടുകാരോട് എന്തൊക്കെ നുണ പറഞ്ഞിട്ടാണ് 3 ആഴ്ച അവൾ അവിടെ കൊണ്ട് താമസിപ്പിച്ചെന്നറിയാവൂ. ഇതായിരുന്നു എന്റെ പൊന്നുമോന്റെ മനസ്സിലിരിപ്പെങ്കിൽ അവളെ നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നാ പോരായിരുന്നോ മനുഷ്യൻ മെനക്കെടുത്താൻ. നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ഒച്ച വെച്ചാലേ ആരെങ്കിലും കേൾക്കും. ഏതായാലും നിന്റെ പെർഫോമൻസ് കലക്കി എല്ലാവരും കണ്ണുടച്ച് വിശ്വസിച്ചു. പേടിച്ചാ ഞാൻ അത്രയും പറഞ്ഞൊപ്പിച്ചത്. ഓ, എന്തൊക്കെ കള്ളക്കളിയാ. അമ്പൂറ്റിസ്വാമി സ്വന്തം മോളെന്ന് തന്നെ കരുതിയിരിക്കുക. നിന്റെ അച്ഛൻ ഇപ്പം കുവൈറ്റിൽ നിന്ന് തിരിച്ചെത്തി നാട് മുഴുവൻ വല വീശിയിട്ടുണ്ടാവും. പുറത്തെവിടെ താമസിച്ചാലും കുടുങ്ങും, ഉറപ്പാ. ഇവിടെ ആവുമ്പോ കുറെ കൂടെ സേഫ് ആണല്ലോ. അതെ, നല്ല സേഫാ. വാതുക്കെ മോക്ക് കാവലെടുക്ക അച്ഛൻ. എനിക്ക് വയ്യ ഇങ്ങനെ വേഷം കിട്ടി കഴിയും. പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഭർത്താവിന്റെ വീട്ടുകാരെ കാണണമെന്ന് പറഞ്ഞു. ഓക്കെ, അമ്പലത്തിൽ വരാൻ പറഞ്ഞു, കണ്ടു. അപ്പൊ ഭർത്താവിനെ സ്ഥിരമായിട്ട് കണ്ടോണ്ടിരിക്കണമെന്ന് പറഞ്ഞു. പാവം അമ്പോറ്റി ചിറ്റപ്പനെ പറഞ്ഞു പറ്റിച്ച് അതും ഒപ്പിച്ചു. ആ, അതിനെ എപ്പോ പൊട്ടിത്തെറിക്കുമെന്ന് കണ്ടറിയാം. ഇങ്ങനെ പോയാൽ അധികം ദിവസം വേണ്ടി വരില്ല പൊട്ടിത്തെറിക്കാൻ. നിന്റെ കരുനാക്കൊണ്ടൊന്നും പറയാതെ. ഇവള് പണ്ടേ വരണ്ടിരിക്കുക. നീ അവളെ ഓരോന്ന് പറഞ്ഞു കൂടുതൽ വട്ടളക്കാം. നീ ഒരു കാര്യം ചെയ്യും, അവിടെ പോയി നിന്നേ. എനിക്ക് വേറൊരു കാര്യം സീരിയസ് ആയിട്ട് സംസാരിക്കണം. ഞാനൊരു കാര്യം ചെയ്യാം, എന്റെ ജോലി അങ്ങോട്ട് രാജിവെച്ചിട്ട് ഇതിന് സ്ഥിരമായിട്ട് അങ്ങോട്ട് ഇറങ്ങാം. എടാ, നീ എന്റെ തലവിധി ഒന്ന് ആലോചിച്ച് നോക്കി. എന്റെ ടെൻഷൻ നീ മനസ്സിലാക്കാത്ത എന്താ? വേറൊരു കാര്യം സീരിയസ് ആയിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞില്ലേ? നിന്റെ അടുത്തല്ല, ഞാൻ വേറെ അടുത്ത് പറയും. നീ പോയി നിന്നേ, ചെല്ല്. ആരെങ്കിലും വരുവാണെങ്കിൽ സിഗ്നൽ വരണേ. വേറൊരു കാര്യം സീരിയസ് ആയിട്ട് സംസാരിക്കാൻ ഇനി വന്നേ. ഓ, തൊലച്ച് ഒരു വഴിക്കിറങ്ങുമ്പോ പറയുന്നു വിളിക്കാതെ. ഇതെവിടെ കുഴിച്ചിടുന്നു അറിയാനാ. കഷ്ടകാലത്തിന് ഞാനെങ്ങാനും മറികടന്നാലോ? എനിക്കതിനുള്ള ഭാഗ്യമൊന്നും ഉണ്ടാവും തോന്നുന്നു. എന്താ? ആ ധൂമകേതു വേണുക്കിട്ട് നടക്കണ വഴിയുടെ നടുമധ്യത്തിൽ കുഴിച്ചിട്ടാലല്ലേ അവനിതിനെ മറികടക്കാൻ പറ്റൂ. പാറക്കുട്ടി പാര. അപ്പൊ ഞാൻ പാരയായോ? നീ ആ പാര ഇങ്ങെടുക്കാൻ. ആ മിറ്റത്തിരിപ്പുണ്ട്, എടുത്തോണ്ട് വെക്കോ. ഈ രാത്രി വല്ല പെൺവേഷം കിട്ടി ഇറങ്ങണം. കൊച്ചു മാറിക്കോ. ആ വേണുക്കുട്ടനെ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നുണ്ട്. മാറിക്കോ. നമ്മളെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നീ ഇപ്പൊ തന്നെ വന്ന് നന്നായിട. ഞാൻ മറികടത്തിട്ടുള്ള കാര്യമാണ്. മറികടക്കണം. ഈശ്വരന്റെ കളി എന്നൊക്കെ പറഞ്ഞ ഇതാ. ആ കുട്ടിയുടെ കണ്ണും മൂക്കും ശ്രദ്ധിച്ചോ? അമ്പോറ്റിയെ വാർത്ത് വെച്ച പോലെ തന്നെയാ. ഇന്നലെ ഞങ്ങൾ എല്ലാരും കൂടെ ഊണ് കഴിക്കാനിരുന്നപ്പോഴേ മുത്തശ്ശി ഗോപിയെ തുറിച്ചു നോക്കിയിട്ട് എണീറ്റൊരൊറ്റ പോക്ക്. എന്നാലും അവള് മിടുക്കിയ. അമ്മ മൈൻഡ് ചെയ്യുന്നില്ലെന്ന് കണ്ടപ്പം അവളും തിരിച്ച് മൈൻഡ് ചെയ്യാതെ ഊണ് മുഴുവൻ കഴിച്ചു. ഇല്ലേ? രണ്ടും കൽപ്പിച്ച ആ കുട്ടി ഇവിടെ വന്ന് കയറി. ഇനി അമ്മായിയോട് പിടിവാശിയൊക്കെ കളഞ്ഞ് ആ കൊച്ചിനോട് എന്തെങ്കിലും 2 വാക്ക് സംസാരിക്കാൻ പറയാം. അനിയൻ പറയുന്നത് നേരാ. പക്ഷെ ആർക്കാ പറയാൻ ധൈര്യം? എനിക്ക് ധൈര്യക്കുറവൊന്നുമില്ല. ഞാൻ വേണമെങ്കിൽ ഇപ്പൊ പറയാം. എന്താ പറയാനുള്ളടോ? അല്ല, അമ്മായിയുടെ കാര്യം സമയാസമയങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഞാൻ പാറുക്കുട്ടിയോട് പറയുകയായിരുന്നു. ഞാൻ എങ്ങനെ പുറത്തേക്ക് വരാനാ? എപ്പ നോക്കിയാലും മോളെ മോളെ എന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുക. എനിക്ക് വയ്യ ഇവിടെ. എന്നെ തിരിച്ച് ഹോസ്റ്റലാക്കിയാൽ മതി.
നീ ഈ സമയത്ത് തന്നെ ഇങ്ങനെ പറയണം. ചിറ്റപ്പൻ ഉറങ്ങുന്ന സമയത്ത് നിനക്കൊന്ന് പുറത്തു വന്നാൽ എന്താ? അയ്യേ, ചിറ്റപ്പൻ ഉറങ്ങുന്ന നോക്കി ഞാൻ ഉറക്കൊളച്ചിരിക്കാനോ? എനിക്ക് വയ്യ. ഇവൻ ആരോടാ ഈ ആംഗ്യം കാണിക്കുന്നത്? എന്നാ നിന്റെ ഇഷ്ടം പോലെ ചെയ്യും. ഞാനൊരു നിനക്കതൊക്കെ പറയാം. കുട്ടിക്കാലം മുതൽ കാർത്തികായിരുന്നു എന്റെ മനസ്സിൽ. അതിനിടയ്ക്ക് മുത്തശ്ശി ഇങ്ങോട്ട് തീരുമാനം എടുക്കുമെന്ന് ആരെങ്കിലും അറിഞ്ഞോ? ഞാനിനി കുറുപ്പമ്മാവന്റെ മുഖത്തങ്ങനെ നോക്കും, അമ്മായിയുടെ മുഖത്തങ്ങനെ നോക്കും, കാർത്തികയുടെ മുഖത്തങ്ങനെ നോക്കും. മോനെ എനിക്ക് സഹിക്കുന്നില്ല അമ്മാവ. ഞാനാകെ ധർമ്മസങ്കടത്തിലാണ് അമ്മാവ. അമ്മാവൻ വിഷമിക്കരുത്. സാരമില്ലടാ. ഇളകി മറിയുന്ന ഈ കടൽ പോലെയായിരുന്നു എന്റെ മനസ്സ്. നിന്റെ വരവോടെ അതിപ്പോ ശാന്തമായി മോളെ. മുത്തശ്ശി നിന്നോട് ഇതുവരെ സംസാരിക്കാത്തതിൽ മോക്ക് വിഷമമുണ്ടെന്ന് എനിക്കറിയാം. ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ കാണുകയാണ് ഈ വാശി. അമ്മയുടെ വാശിയാണ് എന്നെ ഈ നിലയിൽ എത്തിച്ചതെന്ന് അമ്മയ്ക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കെതിരായ ഒരു തീരുമാനവും അമ്മ ഇനി എടുക്കില്ല. മോള് വിഷമിക്കാതെ, എല്ലാം നേരെയാവും. പൊറുക്കാനാവാത്ത തെറ്റാണ് സൗദാമിനിയോട് ഞാൻ ചെയ്തത്. അവൾക്ക് എന്നോട് വെറുപ്പുണ്ടാവും. പക്ഷേ അച്ഛന്റെ മനസ്സ് മോള് മനസ്സിലാക്കണം. എനിക്ക് അവളെ കാണണം, മാപ്പ് ചോദിക്കണം. അതിന് മോൾ അച്ഛനെ സഹായിക്കണം. നാളെ നമുക്കൊന്നിച്ചു പോകണം, അമ്മയെ കാണണം. വേണ്ട, അത് വേണ്ട. അതെന്താ? വളരെ നാളത്തെ നിർബന്ധത്തിന് ശേഷമാണ് അച്ഛൻ ആരാണെന്ന് പോലും അമ്മ പറഞ്ഞത്. ഇങ്ങോട്ട് വരണമെന്ന് വാശി പിടിച്ചപ്പോ അമ്മ എന്നെ കൊണ്ടൊരു സത്യം ചെയ്യിച്ചു. അച്ഛൻ അമ്മയെ കുറിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ ഒന്നും പറയരുതെന്ന്. അച്ഛനെ കാണാൻ പോലും അമ്മ ആഗ്രഹിക്കുന്നില്ല. അവൾ ഇപ്പോഴും എന്നെ മനസ്സിലാക്കിയിട്ടില്ല. വേണ്ട, അമ്മയ്ക്ക് കൊടുത്ത വാക്ക് തെറ്റിക്കണ്ട. പക്ഷെ പകരം അച്ഛനും ഒരു വാക്ക് തരണം. മോൾ ഒരിക്കലും അച്ഛനെ വിട്ടു പോകരുത്. വയ്യ, ഈ നാടകം തുടരാൻ ഇനി എനിക്ക് വയ്യ. അദ്ദേഹം ഞാൻ മകളാണെന്ന് പൂർണ്ണമായും വിശ്വസിച്ചിരിക്കുന്നു. ഇത് മഹാഭാവമാ. സ്വന്തം മകളെ തിരിച്ചു കിട്ടിയ ഒരു അച്ഛന്റെ മനസ്സ് എനിക്ക് മനസ്സിലാവും. അത് കാണുമ്പോ ഞാൻ എന്റെ അച്ഛനെയും അമ്മയും കുറിച്ച് ഓർത്തു പോകുന്നു. ആവശ്യമില്ലാത്ത ഓരോന്ന് ചിന്തിച്ച് വെറുതെ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കല്ലേ. എന്റെ അച്ഛനെയും അമ്മയും ഉപേക്ഷിച്ച് ഞാൻ ഇറങ്ങി പോന്നില്ലേ? അതുപോലെ കൊച്ചുവൻ എന്താ ആയിക്കൂടാത്തത്? രാമായണം മുഴുവൻ കേട്ടിട്ട് രാമൻ ആരെന്ന് ചോദിക്കല്ലേ ഗോപിയെ. എന്തായാലും തുനിഞ്ഞിറങ്ങി. ഇത്രയും സേഫ് ആയൊരു സ്ഥലം ദിവസവും പരസ്പരം കാണാനുള്ള സാഹചര്യമെങ്കിലും ഉണ്ടല്ലോ. അത് തന്നെ മഹാഭാഗ്യമായിട്ട് കരുതണം. ചെറിയൊരു ബുദ്ധിമോശം മതി മോഹിച്ചതെല്ലാം കൈവിട്ടു പോകാൻ. കുറച്ചു നാളത്തേക്ക് കൂടി മതി ഈ കളി. ആദ്യം എല്ലാവരുടെയും സ്നേഹം പിടിച്ചു പറ്റാൻ നോക്കുക, പ്രത്യേകിച്ച് മുത്തശ്ശിയുടെ. അത് കഴിഞ്ഞ് സാവകാശം നമുക്കെല്ലാം പൊളിക്കാം. ഒരു ചെറിയ പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവും, എന്നാലും രൂക്ഷമാവില്ല. എടാ വേണുകുട്ടാ, എടി കാർത്തികേ, എടി രാധികേ, ആ ബെറ്റിലെ തട്ട ഒന്നും എടുത്തോണ്ട് വന്നേ. ഇവരൊക്കെ എവിടെ പോയി കിടക്കുക? മുത്തശ്ശി വിളിച്ച കേട്ടില്ലായിരുന്നു അമ്മ. എടി പാർക്കുട്ടി, സുമതി, ആരുമില്ല എനിക്കൊരാവശ്യത്തിന്? എടി വലിഞ്ഞു കയറി വന്നവരോട് പറഞ്ഞേര്,
എനിക്ക് സേവ ചെയ്യാൻ പുറത്തു വന്ന ഒരാളെ ആവശ്യമില്ലെന്ന്. മുത്തശ്ശിക്ക് മാത്രമല്ല മറ്റു പലർക്കും ഞാനിവിടെ വന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല. എത്ര പെണ്ണുങ്ങളുള്ള വീടാ. ഞാനൊരു പെണ്ണല്ലേ, ആർക്കെങ്കിലും ഒരു വാക്ക് മിണ്ടിയാലെന്താ ഒത്തുപൊഴിഞ്ഞു പോവോ? അവരോടൊക്കെ പോവാൻ പറ. നിന്നോട് മിണ്ടിയില്ലേ നീ മിണ്ടണ്ട. ആ, അത് ഞാനും ശരിക്കും കൊടുക്കുന്നുണ്ട്. അത് പിന്നെ വെറ്റിലെക്കെണ്ണം താഴെ എറിഞ്ഞ് ഉടച്ചപ്പോഴേ എല്ലാവർക്കും മനസ്സിലായി എന്റെ മോളും തോറ്റു കൊടുക്കില്ല, നല്ല ഒന്നാന്തരം ഒരു ഫൈറ്റർ ആണെന്ന്. അതൊക്കെ പോട്ട്, നമുക്ക് മുത്തശ്ശിയെ പാട്ടിലാക്കാൻ ഒരു വഴി കണ്ടുപിടിക്കണം. തനിയെ കണ്ടുപിടിച്ചാ മതി. ഞാൻ കണ്ടുപിടിച്ച് കഴിഞ്ഞു. എങ്ങനെ? പാട്ട് പാടണം. പാട്ടോ? എനിക്കും വയ്യ. അല്പം സ്വല്പം പാടാൻ അറിയാവുന്ന നിനക്കൊന്ന് പാടിയാലെന്താ? മോളിഞ്ഞു വന്നേ, ഇനി വന്നേ. ദാ, ഈ പാട്ട് അങ്ങോട്ട് പാടിയാ മുത്തശ്ശി വീഴുമെന്നുള്ള കാര്യം ഉറപ്പാ. മുത്തച്ഛൻ പാടാറുള്ള പാട്ടാ. പണ്ടൊരു സ്ഥലത്ത് മുത്തച്ഛൻ കച്ചേരി നടത്തിയപ്പം ഈ പാട്ട് ഇഷ്ടപ്പെട്ട ആണത്രേ മുത്തശ്ശി മുത്തച്ഛനെ കെട്ടിയത്. അതുപോലെ അടുത്തൊരു തലമുറയ്ക്ക് കൂടി ഈ പാട്ട് കൊണ്ടൊരു പ്രയോജനം ഉണ്ടായാലും. അല്പം സ്വല്പം വെള്ളി വീണാലും കുഴപ്പമില്ല. മോള് പാട്. പിന്നൊരു കാര്യം, എന്താ? കൊളമാക്കരുത്. മോളെ, നീ ഈ തറവാടിന്റെ സ്വത്താ. ആ, കഴിക്ക് കഴിക്ക്. ആ, ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ. വാ, വാ. ഇങ്ങോട്ട്. എന്താ നിനക്ക് എന്നോട് പിണക്കാ? വാ. കൂട്ടുകൂടാൻ ആരെയും കിട്ടാഞ്ഞിട്ടാണോ ഒറ്റയ്ക്ക് ഇവിടെ ഇങ്ങനെ? എന്താ വായിൽ നാവില്ലേ? അത് തന്നെയായിരുന്നു എന്റെ സംശയം. ഇന്നലെ വരെ ഇല്ലാത്ത നാവ് ഇപ്പൊ എവിടെ വന്നു? എന്നോടൊന്നും തോന്നരുത് കേട്ടോ. പലവട്ടം വിചാരിച്ചതാ വന്ന് എന്തെങ്കിലും സംസാരിക്കണോന്ന്. പിന്നെ മുത്തശ്ശി പേടിച്ചു. എന്തെത്ര പേടിക്കാൻ? മുത്തശ്ശി പിടിച്ച് വിഴുങ്ങോ? അയ്യോ, പതുക്കെ, അകത്ത് കേൾക്കണ്ട. എനിക്ക് പേടിയൊന്നുമില്ല. വേണമെങ്കിൽ ഇപ്പൊ തന്നെ നേരിട്ട് എന്ന് പറയാം. കാണണോ? അയ്യോ വേണ്ട, അതിന് പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ലല്ലോ. തന്റെ അടുത്തോട് തറവാട്ടിലേക്ക് വന്ന് കേറിയപ്പോഴേ മനസ്സിലായി. ഗോപികേ, ഗോപികേ, ആ വെച്ചട്ടം എടുത്തുണ്ടോ മോളെ?